നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ KSTAയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. തൊടുപുഴയിൽ നടത്തിയ ധർണയുടെ ഉദ്ഘാടനം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VV മത്തായി നിർവഹിച്ചു. INTUC ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ കമ്മിറ്റി യോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വനനിയമ ഭേദഗതി ജനദ്രോഹവും ആദിവാസി വിഭാഗങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാണെന്ന് അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സ്വരലയ നൃത്ത സംഗീത കലാലയത്തിന്റെ 20ാം വാർഷികാഘോഷം ഡിസംബർ 21-ന് വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അൽ-അസർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന്റെ ഭാഗമായി തൊടുപുഴ പ്രതീക്ഷാ ഭവനിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന വിഞ്ചു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ KSTAയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. തൊടുപുഴയിലെ സെയിൽസ് ടാക്സ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയുടെ ഉദ്ഘാടനം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VV മത്തായി നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമവും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധവും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSTA നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. തൊടുപുഴയിലെ സെയിൽസ് ടാക്സ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയുടെ ഉദ്ഘാടനം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VV മത്തായി നിർവഹിച്ചു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദേശത്ത് നിന്നും പഠിക്കാൻ കുട്ടികൾ നടത്തുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിന്റെ ആരോഗ്യ മേഖല അടക്കം രാജ്യത്തും ലോകത്തുമാകെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് നാം ആവശ്യ പുരോഗതിയെ വിലയിരുത്തി കാണിക്കാൻ, അതിനെ ആക്ഷേപിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് കിട്ടാവുന്ന ഏജൻസികളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീക്കം നടത്തുന്നത് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ KSTA പോലുള്ള പൊതു അധ്യാപക സംഘടന, ആ സംഘടനയിൽപ്പെട്ടവർക്കും പൊതു അധ്യാപകർക്കും പൊതുവിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തെല്ലാം ഏറ്റെടുത്തതുപോലെ തന്നെ അതോടൊപ്പം പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ, എന്നാൽ ജില്ലയിലെ ഭൂപ്രശ്നം പോലുള്ള വിഷയങ്ങൾ അടക്കമുള്ള പൊതുപ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുള്ള KSTA ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിലുള്ള അവഗണനയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരത്തിൽ ഈ സംഘടന വഹിക്കുന്ന പങ്കിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് സജി KS അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അപർണ നാരായണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി R മനോജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. INTUC ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ കമ്മിറ്റി യോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പുനഃസംഘടിപ്പിക്കപ്പെട്ട INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും റീജിയണൽ മണ്ഡലം പ്രസിഡന്റുമാരുടെയും സമ്പൂർണ്ണ കമ്മിറ്റി യോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് രാജമാട്ടുകാരന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം INTUC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന കാര്യം, അത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളാണ്. ഇന്ത്യ രാജ്യത്ത് ഇതുപോലെയൊരു തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും അവരും കരുതിയതല്ല. അതിനു മുമ്പ് നിരവധി പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചു. ഒരിക്കലും ധൈര്യപ്പെടാത്ത നിലയിലുള്ള തൊഴിലാളികൾ പണിയെടുക്കുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന നിലപാടുകളുമായിട്ടാണ് ഓരോ ദിവസം കഴിയുന്നതോറും ഭരണകൂടങ്ങൾ മുന്നോട്ട്. നമ്മുടെ ആശുപത്രിയിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നാൽ തൊഴിലാളികൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്നാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്
നരേന്ദ്രമോദിയുമായിട്ട് മത്സരിക്കുകയാണ് തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലയുടെ ചുമതല വഹിക്കുന്ന PJ ജോയി ex-MLA മുഖ്യപ്രഭാഷണം നടത്തി. INTUC ദേശീയ സെക്രട്ടറി AK മണി, ജോയി തോമസ്, AP ഉസ്മാൻ, INTUC സംസ്ഥാന ഭാരവാഹി G മുനിയാണ്ടി, MK ഷാഹുൽ ഹമീദ്, ശശികല രാജു എന്നിവർ പങ്കെടുത്തു. വനനിയമ ഭേദഗതി ജനദ്രോഹവും ആദിവാസി വിഭാഗങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാണെന്ന് അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നിയമ ഭേദഗതി ഒരു കാരണവശാലും അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭാ സ്പീക്കർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചതായും അവർ കൂട്ടിച്ചേർത്തു. വനനിയമ ഭേദഗതി ജനദ്രോഹവും ആദിവാസി വിഭാഗങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതുമെന്ന് അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭ ഭാരവാഹികൾ. ഉപ്പുതറയ്ക്കടുത്തുള്ള കണ്ണമ്പടി ഗ്രാമത്തിലെ ഒരു ആദിവാസി യുവാവിനെ വനപാലകർ കള്ളക്കേസിൽ കുടുക്കിയ കേസ് ഇപ്പോഴും നടപടിയില്ലാതെ തുടരുകയാണ്. ഇതിനിടെയാണ് അപരിഷ്കൃതവും മനുഷ്യത്വരഹിതവുമായ വകുപ്പുകൾ ചേർത്തുള്ള പുതിയ നിയമ പരിഷ്കരണം. വനപാലകരുടെ ശല്യവും നിയന്ത്രണവും മൂലം ജീവനോപാധിയും സംസ്കാര തനിമയും നഷ്ടപ്പെട്ട ആദിവാസി സമൂഹത്തിന് പുതിയ നിയമ പരിഷ്കരണത്തോടെ കാട് പൂർണ്ണമായും അന്യമാകും. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന മനുഷ്യരെ സംരക്ഷിക്കുന്ന വിധം വനനിയമം പൊളിച്ചെഴുതാൻ സർക്കാർ തയ്യാറാകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നിയമ ഭേദഗതി ഒരു കാരണവശാലും അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കേരള നിയമസഭ സ്പീക്കർക്ക് നിവേദനം നൽകാനും തീരുമാനിച്ചതായും അഖില തിരുവിതാംകൂർ മലയരയ സഭാ ഭാരവാഹികൾ പറഞ്ഞു. ഒരു വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാവുന്ന വാറന്റ് ആവശ്യമില്ല, എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം, അതല്ലെങ്കിൽ വനവകുപ്പിൽ തന്നെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇവരെ ഇരുത്താം, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കേന്ദ്രങ്ങളിൽ ചോദ്യം ചെയ്യാം. ഇതൊക്കെ അതിനകത്ത് ഭാഗമായിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുമ്പോഴുമൊക്കെ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുമൊക്കെ ഇതിൽ വരുന്ന ആളുകൾക്ക് വരാറുണ്ട്. നമുക്ക് സാധാരണ ഒരു ധാരണയുണ്ട്, ഈ റിസർവ് വനത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇത്തരം അറസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ധാരണയുണ്ടെങ്കിൽ പോലും ഈ നിയമ ഭേദഗതിയിൽ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലോ കൊല്ലത്തോ ഒക്കെ ഉള്ള നക്ഷത്ര വനങ്ങൾ, അതുപോലെ തീരദേശ പ്രദേശങ്ങളിലുള്ള വനങ്ങൾ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് തോന്നുകയാണ് ഇയാളുടെ അവിടുത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് അനാവശ്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുടെ ഇദ്ദേഹം കാണുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഇവരെ സമീപിക്കുകയും അവരേതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തന സംസാരമോ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ആ നിമിഷം തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ് ചെയ്യുന്നത്. മൂലമറ്റത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KB ശങ്കരൻ, ജോയിന്റ് സെക്രട്ടറി MI വിജയൻ, ഡയറക്ടർ ബോർഡ് അംഗം PK ശശി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സ്വരലയ നൃത്ത സംഗീത കലാലയത്തിന്റെ 20ാം വാർഷികാഘോഷം ഡിസംബർ 21-ന് വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൊടുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വരലയ നൃത്ത സംഗീത കലാലയത്തിന്റെ 20ാം വാർഷികാഘോഷ പരിപാടികൾ 21-ന് രാവിലെ 9:30 മുതൽ വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടക്കും. രാവിലെ 10-ന് ഭാഷാ പണ്ഡിതൻ ഡോക്ടർ KU ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സുപ്രസിദ്ധ ചലച്ചിത്ര സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ സംഗീത നൃത്ത രംഗത്ത് സംഭാവനകൾ നൽകിയ തൊടുപുഴയിലെ അധ്യാപകരെ ആദരിക്കും. 2024-ലെ സ്വരലയ കീർത്തി പുരസ്കാരം തിരുവിഴ സുരേന്ദ്രൻ സാറിന് നൽകും. കലാ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ അതിഥികളായി പങ്കെടുക്കും. ചടങ്ങിൽ സ്വരലയ വിദ്യാർത്ഥികൾ ചേർന്ന കലാപരിപാടികളും അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ചാണ് 2024 ഡിസംബർ മാസം 21 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി ഏകദേശം 9 മണി വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം നമ്മുടെ MLA മുൻ മന്ത്രിയുമായ ശ്രീ PJ ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്യും. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സുപ്രസിദ്ധ ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും. സ്വരലയ സാംസ്കാരിക വേദിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡോക്ടർ KU ചാക്കോ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കും. അതുപോലെ കേരളത്തിലെ തൊടുപുഴയിലെ, പ്രത്യേകിച്ച് തൊടുപുഴയിലെ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതായിരിക്കും.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുജിത് കൃഷ്ണൻ, അജിത് കൃഷ്ണൻ, ശ്രേയ സുജിത്, ബിനോയ് തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അല്ലസർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന്റെ ഭാഗമായി തൊടുപുഴ പ്രതീക്ഷാ ഭവനിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. അല്ലസർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ പ്രതീക്ഷാ ഭവനിൽ വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിരവധി പേരുടെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു. അല്ലസർ TTI പ്രിൻസിപ്പൽ ഡോക്ടർ ജെബിമോൾ മെയ്ദീൻ അധ്യക്ഷത വഹിച്ചു. അല്ലസർ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KV ഷെരീഫ് ആശംസകൾ നേർന്നു. പ്രതീക്ഷാ ഭവൻ പ്രിൻസിപ്പൽ ഹണി വി ഫ്രാൻസിസ് സ്വാഗതവും ഫാത്തിമ നന്ദിയും പറഞ്ഞു. അല്ലസർ DLED കോളേജും അല്ലസർ മെഡിക്കൽ കോളേജും സംയുക്തമായി ചേർന്നുകൊണ്ട് തൊടുപുഴയിലെ പ്രതീക്ഷാ ഭവനിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് എത്തിക്കുന്നതിനായി പ്രതീക്ഷാ ഭവൻ പോലെയുള്ള സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അധ്യാപക വിദ്യാർത്ഥികളായ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് റൂമിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നും അവരെല്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുമെല്ലാം കാണാനും മനസ്സിലാക്കാനും ഇത് സഹായകമാകുമെന്നതിനേക്കാൾ ഉപരി ഇവർക്കും സമൂഹത്തിൽ നമ്മളെപ്പോലെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നും മനസ്സിലാക്കാനും അതിന് നമ്മളൊരു കാരണമാകണമെന്നുമുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന് എല്ലാ സഹായവും നേടിത്തന്ന ഇവിടുത്തെ പ്രിൻസിപ്പലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദിത് നവോമി കോതമംഗലം രൂപതാതല വാർഷികവും ക്രിസ്മസ് ആഘോഷവും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. KCBCയുടെ നേതൃത്വത്തിൽ വിധവകളായ അമ്മമാരുടെ ആത്മീയവും ഭൗതികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന യൂദിത് നവോമി കോതമംഗലം രൂപതാതല വാർഷികവും ക്രിസ്മസ് ആഘോഷവും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ടൗൺ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതെങ്കിലും അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കച്ചവടം തടി വാങ്ങി വിറ്റ് കുടുംബത്തെ പോറ്റുക. ഒരു വണ്ടിയിൽ ബസ്സിന് പോകുന്ന അവസരത്തിൽ ഒരു തടി കണ്ടു കഴിഞ്ഞാൽ തടിക്ക് എന്ത് വില ഉണ്ട്, എന്ത് വിലയ്ക്ക് അത് വാങ്ങിച്ചാൽ ലാഭമുണ്ടാകും ഒറ്റ നോട്ടത്തിൽ ആ സ്ത്രീക്ക് അറിയാമായിരുന്നു. അത്രമാത്രം അവർ പഠിച്ചു. പണ്ടാളുടെ എഡിസൈൻ്റെ അമ്മ അങ്ങനെ മക്കൾ 6-7 മക്കളുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഓർമ്മയില്ല, 2 മക്കളുണ്ടായിരുന്നു. ദിവസം സന്തോഷിക്കാനുള്ള ദിവസമാണ്. ഈ ദിവസം ആനന്ദിക്കാനായിട്ടും ഉല്ലസിക്കാനുമുള്ള ദിവസമായിട്ടാണ് ഈ വാർഷികം വെച്ചിരിക്കുന്നത്. അഭിമന്യ പിതാവ് മാർ ജോർജ് പുന്നക്കോട്ടിലെ പിതാവ് ഈശോയ്ക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു വിധവകൾ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈശോയുടെ കണ്ണിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു വിഭാഗം വിധവകളായിരുന്നു. വിധവയുടെ നാണയവും വിധവയുടെ ഇടപെടലും എല്ലാം അഭിമന്യ പിതാവ് പറയുകയുണ്ടായി. രൂപതാ പ്രസിഡന്റ് മിനി ജോൺസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ ജോസ് കണ്ടത്തിൽ, രൂപതാ ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കയിൽ, ഫൊറോന ഡയറക്ടർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, അനിമേറ്റർ സിസ്റ്റർ ആനി തെരേസ് CHF എന്നിവർ ആശംസകൾ അറിയിച്ചു. വിവിധ സംഘടനകളുടെ രൂപതാ പ്രസിഡന്റുമാരായ ഡിഗോൾ ജോർജ് കൊളമ്പേൽ, ടോം ജെ കലറയ്ക്കൽ, മിനി ജോസ്, പ്രൊഫസർ ജോസ് എബ്രഹാം, ജോയിസ് മുക്കടം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രൂപതാ പ്രസിഡന്റ് മിനി ജോൺസൺ, സെക്രട്ടറി ഷീജ റെന്നി, ട്രഷറർ മിനി മാനുവൽ, ലിസി സെബാസ്റ്റ്യൻ, ജെസി ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശമ്പള പരിഷ്കരണത്തിന്റെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, PF ആനുകൂല്യം എല്ലാ ജീവനക്കാർക്കും ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക, സമഗ്രമായ HR നയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU അറക്കുളം PHCക്ക് മുന്നിൽ സൂചനാ പണിമുടക്ക് നടത്തി. NHM ജീവനക്കാരായ നമ്മൾക്ക് 1 വർഷത്തിലേറെയായി പുതുക്കിയ ശമ്പള പരിഷ്കരണം വന്നിട്ട് ഇതുവരെ അത് നടപ്പിലാക്കുകയോ അതിനനുസരിച്ചുള്ള അരിയർ ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ല.
അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇന്ന് ദിവസം സൂചനാ പണിമുടക്ക് നടത്തുന്നു. അതുകൂടാതെ നമുക്ക് എല്ലാ ജീവനക്കാർക്കും PF അത് ഇതുവരെ നമുക്ക് അനുവദനീയമായിട്ടില്ല. അതുപോലെ പ്രസവ ആനുകൂല്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ NHM ജീവനക്കാരായ കൂടുതൽ ആൾക്കാരും ലേഡീസാണ്. അവർക്ക് ഒരു പ്രസവാനുകൂല്യം എന്ന് പറയുന്ന ഒരു എല്ലാ തസ്തികകളിലും PSC ആണെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും ആ ഒരു ആനുകൂല്യം ഉണ്ടെങ്കിലും നമുക്ക് അത് പലപ്പോഴും കിട്ടാറില്ല. അതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു HR നയം ഒരു പോളിസി ഇതുവരെ ഇത്ര വർഷമായി 2000 ഒക്കെ നമ്മൾ ഈ NHM ആരംഭിച്ചതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തുടങ്ങിയത് ഇതുവരെ ഒരു സമഗ്രമായ HR നയം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇടുക്കി ജില്ലാ പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി മോട്ടോർ മസ്ദൂർ സംഘ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സെക്രട്ടറി CB വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി ജോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ദേശവിരുദ്ധ പ്രവർത്തനം നടന്നു വരുന്നതിനെതിരെ ഇടുക്കി ജില്ലാ പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി മോട്ടോർ മസ്ദൂർ സംഘ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സെക്രട്ടറി CB വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന പുതിയ തലത്തിലുള്ള പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ യോഗം ചേർന്നു. ആ യോഗം ചേർന്ന രഹസ്യ യോഗം ചേർന്ന ഈ മെക്സവണിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കണം. അതിന് അവര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതിന്റെ പരീക്ഷണശാലയായിട്ട് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിരോധിത സംഘടനയുടെ പ്രവർത്തനത്തിന് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി രഹസ്യ യോഗം ചേർന്ന ഈ ആളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം. ഈ ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അവര് വീണ്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ഗൂഢപദ്ധതി നടത്തിയിട്ടുണ്ട്. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി S ശ്രീജിത്ത്, ട്രഷറർ രാജേഷ് സുരേന്ദ്രൻ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി AP സഞ്ജു, വൈസ് പ്രസിഡന്റ് C രാജേഷ്, മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ MA പ്രദീപ്, B അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 2020 പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തൊടുപുഴയിൽ പ്രതിഷേധ ധർണ നടത്തി. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റിജോ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ 2020 പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മെഴുകുതിരി കത്തിച്ചു നിന്ന് നടത്തിയ ധർണയുടെ ഉദ്ഘാടനം 2020 പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ നിർവഹിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റിജോ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസ്, ജോയി ജോസഫ് ഇളമ്പാശ്ശേരി, ജെയിംസ് കരിമണ്ണൂർ, ജോണി ജോസഫ്, KK ചന്ദ്രവതി, MJ വിൻസെന്റ്, ജോസഫ് തോമസ്, സിജോ മാത്യു എന്നിവർ പ്രസംഗിച്ചു. പേ വിഷബാധ ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്കിലെ ആവോലിയിൽ നടന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് പേ വിഷബാധ ബോധവൽക്കരണ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര പേവിഷ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള പേവിഷബാധ ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്കിലെ ആവോലിയിൽ നടന്നു. ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് പേവിഷബാധ ബോധവൽക്കരണ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. എറണാകുളം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ G സജികുമാർ, നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ K കുര്യാക്കോസ്, മൂവാറ്റുപുഴ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ലീന പോൾ, ആവോലി വെറ്റിനറി സർജൻ ഡോക്ടർ ആശ അബ്രഹാം, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ VM ഷാജിമോൻ, NSS കോർഡിനേറ്റർ ഡോക്ടർ സംഗീത നായർ എന്നിവർ പ്രസംഗിച്ചു. മിഷൻ റേബീസ് എഡ്യൂക്കേഷൻ ഓഫീസർ രഞ്ജിത്ത് K ജോയി പേ വിഷബാധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ശാരീരിക പരിമിതികൾ ബോഡി ബിൽഡിംഗ് രംഗത്ത് ഒരു തടസ്സമേ അല്ലെന്ന് തെളിയിച്ച ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇടുക്കിയായി വണ്ടിപ്പെരിയാർ സ്വദേശി അബ്ബാസ് മന്ത്രി. കഴിഞ്ഞ ദിവസം
പുച്ചടിയിൽ വെച്ച് നടന്ന ഇടുക്കി ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഗോൾഡ് മെഡലോട് കൂടി ഭിന്നശേഷിക്കാരനായ അബ്ബാസ് മന്ത്രി ഇടുക്കിയുടെ താരമായി മാറിയത്. തന്റെ വിജയം ഭിന്നശേഷിക്കാരായവർക്ക് ഒരു പ്രചോദനമാണെന്നും അബ്ബാസ് മന്ത്രി പറഞ്ഞു. ജന്മന അംഗവൈകല്യക്കെതിരായവർക്ക് മുൻപിൽ തങ്ങളുടെ പോരായ്മകൾ ഏതൊരു കാര്യത്തോടും വെല്ലുവിളിയോടുകൂടി സ്വീകരിച്ചാൽ വിജയത്തിൽ എത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായ ജന്മന അംഗവൈകല്യമുള്ള അബ്ബാസ് മന്ത്രി എന്ന ഈ മിടുക്കൻ. ശരീര സൗന്ദര്യ മത്സരങ്ങളും ബോഡി ബിൽഡിംഗിലൂടെ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവരെയും ഒരു ആരാധനാഭാവത്തോടെ കണ്ടുകൊണ്ടാണ് അബ്ബാസ് മന്ത്രി തന്റെ ആഗ്രഹവുമായി വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന ശരീര സൗന്ദര്യ സംരക്ഷണ കേന്ദ്രമായ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിനെ സമീപിക്കുന്നത്. കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരനായ അബ്ബാസ് ജോലി സമയശേഷം ഈഗിൾ ഫിറ്റ്നസ് സെന്ററിൽ എത്തി കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുന്നേ കഠിന പരിശീലനത്തിൽ ആയിരുന്നു. ശരീര ആരോഗ്യ സംരക്ഷണ രംഗത്തോടും ബോഡി ബിൽഡിങ്ങിനോടുമുള്ള അബ്ബാസിന്റെ ആഗ്രഹത്തെ മനസ്സറിഞ്ഞു സ്വീകരിച്ച ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനർമാർ ഇദ്ദേഹത്തിന് ആവശ്യമായ പരിശീലനം നൽകുകയായിരുന്നു. തുടർന്നാണ് ശരീര സൗന്ദര്യ മത്സരരംഗത്ത് പങ്കെടുക്കുവാൻ അബ്ബാസിൽ ആഗ്രഹം മുളച്ചത്. ഇടുക്കി ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുറ്റടിയിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അബ്ബാസിന് അവസരം ലഭിക്കുകയും ചെയ്തു. ഇതിൽ അംഗവൈകല്യ വിഭാഗക്കാർക്കായുള്ള മത്സര ഇനങ്ങളിലാണ് അബ്ബാസ് പങ്കെടുത്തത്. തന്റെ കഠിന പരിശീലനത്തിന്റെയും ട്രെയിനർമാരുടെ മികച്ച ഉപദേശങ്ങളുടെയും ഫലമായി ജില്ലാ ശരീര സൗന്ദര്യ മത്സരത്തിൽ ഗോൾഡ് മെഡലോടുകൂടി അബ്ബാസ് മിസ്റ്റർ ഇടുക്കിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതിനെയും ശാരീരിക മാനസിക വെല്ലുവിളിയോടുകൂടി സമീപിച്ചാൽ വിജയം കരസ്ഥമാക്കാൻ ആവുമെന്നും തന്റെ ഈ വിജയം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു പ്രചോദനമാണെന്നും വണ്ടിപ്പെരിയാർ സ്വദേശിയായ അബ്ബാസ് മന്ത്രി പറയുന്നു. എൻ്റെ പേര് അബ്ബാസ്. വണ്ടിപ്പെരിയാർ ടൗണിലെ മേലക്കൂടൂരിലാണ് താമസം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തു. ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ബോഡി ബിൽഡ് ചെയ്യണം, ബാക്കിയുള്ളവർക്കൂടെ ബോഡി ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വണ്ടിപ്പെരിയാറിലെ ഈഗിൾ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ വർക്കൗട്ടുകൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ വരുന്നുണ്ടെന്ന് ഇവിടുത്തെ ട്രെയിനർമാർ മുഖേന ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്കും ബോഡി ബിൽഡിംഗ് ചെയ്താൽ കൊള്ളാമെന്ന് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ട്രെയിനർമാർ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നല്ല രീതിക്ക് എനിക്ക് തരികയും ഇവിടുത്തെ ബാക്കിയുള്ള പ്രവർത്തകരും ഇവിടെ വർക്ക് ചെയ്യുന്ന ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കളും അതനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടുതൽ ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഒരു പ്രതിഫലമെന്ന് കരുതട്ടെ. പുറ്റടിയിൽ നടന്ന കഴിഞ്ഞ ദിവസം 13-ാം തീയതി പുറ്റടിയിൽ വെച്ച് നടന്ന കോമ്പറ്റീഷനിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ എനിക്ക് ഗോൾഡ് മെഡൽ അടിക്കാൻ സാധിച്ചു. അതുമാത്രമല്ലാതെ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടുവാനും ഇതിനുവേണ്ടി സാധിച്ചു. വേറെ എന്നെപ്പോലുള്ളവർ ഇതുപോലെ തന്നെ പുറത്ത് വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തുടക്കമെന്നുള്ള ഞാൻ ചെയ്തു നോക്കിയതാണ്. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലോടുകൂടി മിസ്റ്റർ ഇടുക്കി ആയതോടുകൂടി സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലും മത്സരിക്കുവാൻ അബ്ബാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 31 വയസ്സുകാരനായ അബ്ബാസ് മന്ത്രി വണ്ടിപ്പെരിയാർ മേലെ ഗൂഡല്ലൂർ സ്വദേശിയാണ്. മറ്റ് ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലും ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ അംഗങ്ങൾ വിവിധ ഇനങ്ങളിൽ ചാമ്പ്യന്മാർ ആവുകയും ചെയ്തു. 56 കിലോ വിഭാഗത്തിൽ വണ്ടിപ്പെരിയാർ സ്വദേശിയായ മുത്തുകുമാർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 70 കിലോ വിഭാഗത്തിൽ പ്രശാന്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവരെ കൂടാതെ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ പരിശീലകരായ രാജേഷ്, എഡ്വിൻ എന്നിവരും ചാമ്പ്യന്മാരായി. കഴിഞ്ഞ 2 വർഷക്കാലമായി വണ്ടിപ്പെരിയാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈഗിൾ ഫിറ്റ്നസ് സെന്റർ ബോഡി ബിൽഡിംഗ് രംഗത്ത് നിരവധിയായ പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. അടുത്ത വർഷം ജില്ലാതല ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് വണ്ടിപ്പെരിയാറിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചതായും ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ പരിശീലകർ അറിയിച്ചു. ശാരീരികാരോഗ്യ പരിമിതികൾ മൂലം സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവർക്ക് പ്രചോദനമായി മിസ്റ്റർ ഇടുക്കിയായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ബാസ് മന്ത്രിക്ക് നാടിന്റെ ആദരവ് വിവിധ സാമുദായിക സാമൂഹിക സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഒപ്പം ഈ മേഖലയിൽ ഇനിയും ഉയരങ്ങളിൽ എത്തുവാൻ കഴിയട്ടെ എന്നും വണ്ടിപ്പെരിയാറിലെ ജനതയുടെ പ്രാർത്ഥനയും അബ്ബാസ് മന്ത്രിക്കൊപ്പമുണ്ട്. VR വിജയൻ, VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഭിന്നശേഷി അവകാശ നിയമം 2016 ബോധവൽക്കരണ സെമിനാറും അദാലത്തും നടന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന കമ്മീഷണർ PT ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി.
സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി അവകാശ നിയമം 2016 ബോധവൽക്കരണ സെമിനാറും അദാലത്തും ഇടുക്കി ചെറുതോണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന കമ്മീഷണർ PT ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഫിനാൻസ് ഓഫീസർ B സന്തോഷ് കുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി R രാജീവ്, R വിഷ്ണു, MG രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സദസ്സിൽ കേൾവി പ്രശ്നമുള്ളവർ ഏറെയുള്ളതിനാൽ ആംഗ്യഭാഷാ വിദഗ്ധന്റെ സഹായത്തോടെയായിരുന്നു സെമിനാർ തുടർന്നത്. കമ്മീഷണർ PT ബാബുരാജ് സംസാരിച്ചു. ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. താരതമ്യേന പുറകോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മലമേഖലകളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ യാത്രാ ബുദ്ധിമുട്ടുകളും മറ്റു ശാരീരിക വിഷമങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി ഇത്തരം വിഷയങ്ങൾ ഇടപെടാൻ പരിമിതികളുള്ളതുകൊണ്ട് തന്നെയാണ് അവർ പല വിവിധ സംഘടനകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് DAW പോലുള്ള സംഘടനക്കാരാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ KSTAയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. തൊടുപുഴയിൽ നടത്തിയ ധർണയുടെ ഉദ്ഘാടനം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VV മത്തായി നിർവഹിച്ചു. INTUC ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ കമ്മിറ്റി യോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വനനിയമ ഭേദഗതി ജനദ്രോഹവും ആദിവാസി വിഭാഗങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാണെന്ന് അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സ്വരലയ നൃത്ത സംഗീത കലാലയത്തിന്റെ 20ാം വാർഷികാഘോഷം ഡിസംബർ 21-ന് വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അൽ-അസർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന്റെ ഭാഗമായി തൊടുപുഴ പ്രതീക്ഷാ ഭവനിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന വിഞ്ചു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.